1-2 മണിക്കൂർ കേരളത്തിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ കുടുംബത്തിലേക്കായിരിക്കും, വീട്ടിലേക്കായിരിക്കും, ഈ കണ്ണാടിക്കലിന്റെ വീട്ടിലേക്കായിരിക്കും. എല്ലാവരും രാവിലെ മുതൽ തന്നെ ഉറ്റുനോക്കുന്നത് അർജുനെ. നമുക്കറിയാം അർജുനെ പൂർണ്ണമായും കാണാൻ കഴിയില്ല, അർജുന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. പക്ഷേ അർജുൻ മലയാളികളുടെ ഹൃദയത്തിന്റെ നെഞ്ചിലെ എന്നും ഒരു ഓർമ്മയായി നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാണില്ല. ആര്യ, തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ ആ മുഖം, ആ പുഞ്ചിരിച്ചുകൊണ്ടുള്ള ആ മുഖം നമ്മുടെ എല്ലാം ഹൃദയത്തിൽ എന്നേ പതിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടയാളമാണല്ലോ അർജുൻ്റെ വാഹനം, അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ്, അർജുൻ്റെ വീട്ടുമുറ്റത്തേക്ക് എത്താനുള്ള യാത്രയിൽ ആ ഒരു ചെറിയ വഴി നമുക്ക് ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണാം. അതൊക്കെ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടാണ് അർജുന് വിലാപയാത്ര നൽകിക്കൊണ്ടുള്ള യാത്ര പുരോഗമിക്കുന്നത്. അത്രത്തോളം ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് മതി അർജുൻ്റെ നാട്ടുകാർക്ക് അർജുനോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ, അവരുടെയൊക്കെ ആദരം മനസ്സിലാക്കാൻ. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെയും സമാനമായ രീതിയിൽ വലിയ ജനസഞ്ചയം ഉണ്ട്. ഈ ജനങ്ങളെല്ലാവരും ഒഴുകിയെത്തുന്നത് ആ വീട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്രത്തോളം വലിയ തിരക്കായിരിക്കും ഇനിയുള്ള നിമിഷം ആ വീട്ടിൽ, ആ വീട്ടുമുറ്റത്തും പരിസരത്തും ഒക്കെ അനുഭവപ്പെടാൻ പോകുന്നത് എന്നുള്ളത്. നമ്മൾ നിശ്ചയിച്ച പ്രകാരമുള്ള 1-1.5 മണിക്കൂറുള്ള പൊതുദർശനം, അതൊന്നും ആ തരത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത്രത്തോളം ആളുകൾ അർജുനെ കാണുവാനായി അവിടെ എത്തിയിട്ടുണ്ട്. ഭവ്യ പാർവതി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഭവ്യയും ആ ഒരു വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു എത്രത്തോളം തിരക്കാണ്, എത്രത്തോളം വലിയ ജനസഞ്ചയമാണ് എന്നുള്ളത്. ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി അവിടേക്ക് എത്തുന്നു. ഒപ്പം ജനപ്രതിനിധികളുണ്ട്. അല്പസമയം മുമ്പ് ഞങ്ങൾ ഷാഫി പറമ്പിൽ MPയെ കണ്ടു. അത്തരത്തിൽ ജനപ്രതിനിധികളും അവിടേക്ക് എത്തുന്നു. അങ്ങനെ വലിയ ഒരു ജനസഞ്ചയം തന്നെ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഭവ്യ? ആര്യ, തീർച്ചയായും അത്തരത്തിലാണ്. വലിയൊരു ജനസഞ്ചയം തന്നെയാണ് ഇവിടെയുള്ളത്. നല്ല തിക്കും തിരക്കും ഉള്ള വഴിയിലാണ് നമ്മളുള്ളത്. വിലാപയാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം തിരക്കുണ്ട്. ഒരു വലിയ ജനസഞ്ചയം തന്നെയാണ് ഇവിടെ അർജുൻ്റെ വീട്ടിലേക്ക് ഉള്ള വഴികളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. വിലാപയാത്രയെ അനുഗമിക്കുന്നത് മുദ്രാവാക്യം വിളികൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മുദ്രാവാക്യം വിളികൾ അർജുൻ എന്ന പാർട്ടി പ്രവർത്തകന് ഡിവൈഎഫ്ഐക്കാരന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. യെസ് ഭവ്യ, തുടർന്നോളൂ. അറിയാമല്ലേ, സതീശയിലൊപ്പം MP AK ശശീന്ദ്രൻ, മന്ത്രി AK ശശീന്ദ്രനൊപ്പം. ഭവ്യയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്തായാലും അവിടെ വിലാപയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ആ വീട്ടിലേക്ക് എത്തിച്ചേരും. അർജുൻ്റെ സ്വന്തം വീട്ടിലേക്ക് അർജുൻ മടങ്ങിയെത്തുകയാണ്. ചേർന്നേറ്റെങ്കിലും മടങ്ങിയെത്തുകയാണ് പ്രിയപ്പെട്ട അർജുൻ, നമ്മുടെ സഹോദരൻ. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ നിന്ന്. അനുമോദ്, വലിയ തിരക്കാണെന്നറിയാം. അവിടുത്തെ പൊതുദർശനത്തിലുള്ള ഒരുക്കങ്ങൾ അതൊക്കെ പൂർത്തിയായിട്ടില്ലേ? വീടിന് വലിയ വരികൾ നീണ്ടുകൊണ്ട് കിടക്കുകയാണ്. കാരണം തൻ്റെ നാടിൻ്റെ വിട അർജുന് നാടൊന്നാകെ വിട ചൊല്ലാൻ കാത്തു നിൽക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അർജുൻ ഇവിടേക്ക് എത്തിച്ചേരും. പക്ഷേ ചേതനേറ്റാണെന്ന് മാത്രം. എന്നിരുന്നാൽ പോലും അർജുന് വേണ്ടി ഈ ഒരു നാട് കാത്തിരിക്കുകയാണ്. സഖാവേ, നമ്മൾ പറയില്ല, ധരിക്കുന്നതല്ല, അറിയാലോ, ഒന്നും പറയില്ല, വാക്കുകൾക്ക് അപ്പുറമാണ്. അതെ,
വാക്കുകൾക്കപ്പുറത്താണ് നമുക്ക് എന്തായാലും പിന്നീട് സംസാരിക്കുക ഈ വിഷയങ്ങളാണെങ്കിലും. അത്രയും ജനങ്ങളായിരുന്നു നാടുമായിട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനെങ്കിലും കഴിയും. 2000-ൽ പുറമെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എങ്ങനെ ഈ പൊതുദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തുന്നത്? രാവിലെ തുടങ്ങിയ ക്രമീകരണങ്ങളാണ് അത് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ ജനാവലിയാണ് ഇവിടേക്ക് അർജുന് അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇത് വീടിൻ്റെ ഒരു വശത്തുള്ള കാഴ്ചയാണ്. ഇവിടെ ഈ വഴിയുടെ 2 വശത്തായിട്ട് ആളുകൾ കാത്തു നിൽക്കുന്നു. വീടിൻ്റെ മറുവശത്തും വലിയ ഒരു വരി ആളുകൾ കാത്തു നിൽക്കുന്നു. പലരും നേരത്തെ എത്തിയതാണ്. രാവിലെ 6 മണിക്കൊക്കെ എത്തിയവരുണ്ട് ഈ ഒരു കൂട്ടത്തിലൊക്കെ. ഇവരൊക്കെ ഈ പല അടുത്തുള്ള വീടുകളിലെയും നാട്ടിലെയും ഒക്കെ ഉള്ളവരാണ്. പലരും അവസാനമായിട്ട് അർജുനെ ഒന്ന് കണ്ട് പോവുക, അവനെ യാത്ര അയക്കുക എന്ന ഒറ്റ ഉദ്ദേശവുമാണ് ഇവർക്കൊക്കെ ഉള്ളത്. ചേച്ചി ഇവിടെയാണോ? വീട് ഇവിടെയാണോ ചേച്ചി? അല്ല, പുതുപ്പാടിയിലാണ്. പുതുപ്പാടി ഒരുപാട് ദൂരെ വരിക. 5 മണിക്ക് അവിടെ നിന്ന് ബസ്സിൽ കയറി. പിന്നെ ഇവിടെ വന്നൊരു ബന്ധു പറഞ്ഞിരുന്നു നമ്മുടെ കക്കോടി ഇറങ്ങിയിട്ട്, ആദ്യം ഞങ്ങൾ എരഞ്ഞിപ്പാലത്തിറങ്ങി, അവിടെ ഇറങ്ങിയിട്ട് കക്കോടിക്കുള്ള ബസ് കയറണമെന്ന്. ബസ് കയറിയപ്പം അവിടുത്തെ കണ്ടക്ടറോട് ചോദിച്ചു. അപ്പം അങ്ങ് എത്തിപ്പോയി, ഈ ജംഗ്ഷൻ വിട്ടങ്ങ് എത്തിപ്പോയി. പിന്നെ ഓട്ടോയ്ക്ക് അവിടെ ഇറങ്ങി, ഓട്ടോയ്ക്കൊന്നും കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. പിന്നെ ഇവിടം വരെ അർജുനെ കാണണം എന്നുള്ളൊരു മനസ്സിൽ ഉറച്ച് വിശ്വാസത്തോടു കൂടെ വന്നതാണ്. അത്രയ്ക്കും നമ്മുടെ മനസ്സ് തട്ടിപ്പോയി അർജുൻ്റെ ആ ദുരന്തം. ഇങ്ങനെ ഒരു മകനും വരരുത്, അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മകനും സഹോദരങ്ങൾക്കും നാട്ടുകാർക്കും നമുക്കെല്ലാവർക്കും അർജുനെ കാണുന്നുള്ള ഒരു ഒറ്റ ഒരു മകനെ പോലെ, അനിയനല്ല ഒരു സ്വന്തം മകനെങ്ങനെയാണ് ഒരു അപകടം പറ്റുന്നത് അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കണ്ണീര് തോർന്നിട്ടില്ല. രാത്രി കിടക്കുമ്പോഴും TV കാണുമ്പോഴും അർജുൻ്റെ വാർത്തയും അർജുൻ്റെ ജീവനോടെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം പറയുന്നു അർജുനെ പിന്നെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മതി നമ്മൾ ആഗ്രഹിച്ചു പോകില്ലേ. അത്രയ്ക്കും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് വരെ കടന്നു പോയത്. ആദ്യമായിട്ട് ഇങ്ങനെ അർജുൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുമല്ലോ. അർജുനെ കാണുന്നില്ലെങ്കിലും അർജുൻ്റെ ഫോട്ടോ ആ വ്യക്തിയോട്, ആ മകനോടുള്ള ഒരു സ്നേഹം നമ്മുടെ കുടുംബത്തിലെ എൻ്റെ മകനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു. ഒറ്റയ്ക്കല്ല, എൻ്റെ അനിയത്തിയുണ്ട്. അതെ, അത്രമാത്രം സ്നേഹം പിടിച്ച പറ്റിയെന്ന് അറിയൂല. നമ്മൾ കേട്ടിടത്തോളം ഇപ്പം നല്ലതാണ് അവനെ പറ്റി കേൾക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പരിചയമില്ല. ഇന്ത്യ അന്ന് മണ്ണിടിഞ്ഞത് തൊട്ട് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആരാണോ എങ്ങനെയാണോ ഞങ്ങൾക്കറിയില്ല. അത് കേട്ടപ്പോൾ ഇന്ന് കൊണ്ടുവരും, ഇന്നലെന്നാണ് കേട്ടത്. അപ്പോൾ പിന്നെ ഇന്നാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 5 മണിക്ക് അവിടെ നിന്ന് പോന്നു. ബസ്സൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ വന്ന് ചോദിച്ചറിഞ്ഞ് ഞാൻ നടന്ന് ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അറിയില്ല, നമ്മൾ TV-യിൽ കണ്ടതാണ്. മണ്ണിടിച്ച സമയത്ത് ഇത്രയും ദിവസം 2-3 ദിവസം കൊണ്ട് കിട്ടുമെന്ന്, ജീവനോടെ കാണാമെന്ന് വെച്ചാൽ അന്ന് ഓടി വരാമെന്നെല്ലാം കരുതിയ. അപ്പം നോക്കുമ്പോൾ ഇങ്ങനെയാ, ഒന്ന് കാണാൻ, അവസാനമായി ഒന്ന് കാണാം, മനാഫിനെ കാണണം, വിശർമൽപ്പയെ കാണണം, അതെല്ലാം വിചാരിച്ച് വന്നതാണ്. എല്ലാവരും പ്രിയപ്പെട്ടു. ഇത്രയും നല്ല മനസ്സുള്ള ആൾക്കാർ കണ്ട് ഇങ്ങനെ നല്ലൊരു കുടുംബത്തിലൊരു ആളായിട്ട് തന്നെ നമ്മൾ സങ്കടപ്പെട്ടു. വിഷമം അന്ന് കിട്ടും, നാളെ കിട്ടും വരും ചെയ്ത് കാത്തുനിന്ന് അപ്പം പോയില്ല. എല്ലാവരും ഇട്ടിട്ട് വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വാക്കുകളാണ്. പലർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. ചേച്ചിയൊക്കെ ദൂരെ നിന്ന്, പുതുപ്പാടിയിൽ നിന്നാണ് വരുന്നത്, ദൂരെ നിന്ന് വരുന്നവരാണ്. ഇന്നലെ മുതൽ ഇവിടേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു നിന്നവരാണ്. അപ്പോൾ